റവന്യൂ കൂടുന്നു, ടീം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര മാസ് സക്സസ് ആണ്. പക്ഷെ അതേസമയം ഉള്ളിലോട്ട് നോക്കുന്ന സമയത്ത്, ഇന്റേണലി നോക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ ലിറ്ററലി ക്രാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഒരു സമയത്ത് എൻ്റെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വൺ ഓഫ് ദി ബിസിനസ് സ്കെയിൽ ചെയ്തപ്പോൾ ഉണ്ടായൊരു മിസ്റ്റേക്കാണിത്. അതായത് ബിസിനസിൻ്റെ സ്കെയിലിങ്ങിന് സാഹചര്യമാവാത്ത, അതിന് പാകത്തിനെത്താത്ത, ആ ഒരു വലിപ്പത്തിലോട്ട് എത്താത്തൊരു ബിസിനസ്സിനെ ഞാൻ പിടിച്ച് സ്കെയിൽ ചെയ്യാൻ നോക്കിയപ്പോൾ സംഭവിച്ചൊരു പ്രശ്നം. ഇന്റേണലി ഒരുപാട് ചലഞ്ചസ് ഉണ്ടായി. അതിനെനിക്ക് സോർട്ട് ചെയ്യാനും ആ മിസ്റ്റേക്സ് എനിക്ക് തിരുത്താനും അതിൽ നിന്ന് സോൾവ് ചെയ്ത് റിക്കവർ ചെയ്ത് തിരിച്ചു വരാനും വേണ്ടിയിട്ട് ഏകദേശം 2 വർഷത്തിൽ കൂടുതൽ എനിക്ക് സമയം എടുത്തു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്. സോ ആ ബിസിനസ് സ്കെയിൽ ചെയ്യുന്നതിൻ്റെ സമയവും കാലഘട്ടവും അതുപോലെ തന്നെ അതിൻ്റെ കാലപ്പഴക്കവും ഒക്കെ നോക്കാതെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊന്നും സംഭവിക്കാതെ ഏറ്റവും അടിപൊളിയായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് സ്കെയിലിംഗ് വേഴ്സസ് സിസ്റ്റം സ്കെയിലിംഗ് എന്നുള്ളതാണ്. ഈ ഫാസ്റ്റ് സ്കെയിലിങ്ങിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റവന്യൂ കൂട്ടാൻ പറ്റുന്നുണ്ടാവും, പെട്ടെന്ന് ക്ലയൻസിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റുന്നുണ്ടാവും, എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പക്ഷേ അവിടെ ലിറ്ററലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ റവന്യൂ ക്ലയൻസ് ഒക്കെ കൂടുന്നുണ്ടെങ്കിലും അവിടെ നമുക്കൊരു മൊമെൻറ്റം ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ മൊമെൻറ്റം മാത്രമായിരിക്കും, അതൊരു ഷോർട്ട് ടേം മൊമെൻറ്റം ആയിരിക്കും, അത് ലോങ് ടേമിലോട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, സർവൈവ് ചെയ്യില്ല എന്നുള്ളതാണ്. ലിറ്ററലി അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ക്വിക്ക് ക്രാഷ് അല്ലെങ്കിൽ അങ്ങനെ സിറ്റുവേഷനിലോട്ട് നമ്മൾ പോകുന്ന സിറ്റുവേഷൻസ് ആണ്. നമ്മൾ ക്ലയൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ കസ്റ്റമർ സർവീസ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും, റവന്യൂ ജനറേഷൻ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ്, കോസ്റ്റ് ഒരു സൈഡിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിൽ പ്രശ്നങ്ങളുണ്ടാവും, ക്യാപിറ്റൽ മാനേജ്മെന്റിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇതിന് ഈ ഒരു ഫൗണ്ടേഷൻ ബേസിക്സ് ഒന്നും സെറ്റ് ആക്കാതെ, സിസ്റ്റം ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാതെ ഫാസ്റ്റ് ആയിട്ട് സ്കെയിൽ ചെയ്യുമ്പോൾ ആ മൊമെന്റം വെരി ഷോർട്ട് ടേമിൽ മാത്രം നിൽക്കുകയും അത് തിരിച്ച് ഹിറ്റ് കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മളുടെ സ്റ്റെബിലിറ്റിയിൽ നിന്നും താഴേക്ക് പോകുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ഇതാണ് ഈ ഫാസ്റ്റ് സ്കെയിലിങ്ങിൻ്റെ ഒരു പ്രശ്നം. സോ ഇങ്ങനെ ഫാസ്റ്റ് സ്കെയിൽ ചെയ്യുന്ന സമയത്ത്, സിസ്റ്റം സ്കെയിലിംഗ് അല്ലാതെ നമ്മളിത് പോകുന്ന സമയത്ത് അവിടെ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബേസ് ഇല്ലാത്ത, തറയില്ലാതെ ഒരു ബിൽഡിംഗ് കെട്ടി അങ്ങനെ ഉണ്ടാവും, എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. ഇത് തന്നെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. നമ്മൾ കെട്ടി 10ാമത്തെ നില വരെ എളുപ്പം കിട്ടും, പക്ഷേ 10ാമത്തെ നിലയിലെത്തി നിൽക്കുമ്പോഴായിരിക്കും തറ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് എല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വീഴുന്നത്. സോ ഇത് സംഭവിക്കരുത് നമ്മളുടെ ആരുടെയും ബിസിനസ്സിന്. സോ നമുക്കിത് എങ്ങനെ ഫിക്സ് ചെയ്യാം, അതിൽ എന്താണ് ശരിക്കും ഇതിലുള്ള ത്രെട്ട് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സ്പാൻഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ ടീമിനെ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യും, ഒരുപാട് പേര് ഹയർ ചെയ്ത് കൂട്ടും. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ടീമിന് പ്രോപ്പർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അവർക്ക് എന്താണ് ഈ ഓർഗനൈസേഷനിലെ ബിസിനസ്സിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരവരുടെ ബെസ്റ്റ് ആവാനാണ് ട്രൈ ചെയ്യുക. അവരവരുടെ ബെസ്റ്റ് ആവാൻ ട്രൈ ചെയ്യുമ്പോൾ അവർ ഏതോ ട്രാക്കിലായും പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് ആവശ്യമായ ഇൻപുട്ട് ആയിരിക്കില്ല കിട്ടുക. അവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് ഔട്ട്പുട്ട് ആയിരിക്കും അതിൽ നിന്ന് ഉണ്ടാവുക. അവരുടെ ഇൻപുട്ട് പ്രോപ്പർ ഡയറക്ഷനിൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ആയിരിക്കില്ല കിട്ടുക എന്നുള്ളതാണ്. സോ ഈ ഒരു ടീം ക്ലാരിറ്റിയാണ് നമ്മുടെ ഫസ്റ്റ് ത്രെട്ട് ആയിട്ട് നമുക്ക് വരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ്. കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏർലി ആയിട്ട് നമ്മുടെ ക്ലയൻസിന് കിട്ടിയിരുന്ന അതേ ഒരു ക്വാളിറ്റി പുതിയ ആളുകളിലോട്ട് എത്തുന്നില്ല. ആദ്യം നമ്മൾ കസ്റ്റമറിന് സെർവ് ചെയ്തിരുന്ന അതേ ക്വാളിറ്റിയിൽ പുതിയ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സെർവ് ചെയ്യാൻ പറ്റാതിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ സാറ്റിസ്ഫിക്കേഷൻ കിട്ടില്ല, അവരുടെ ഇംപ്രഷൻ നെഗറ്റീവ് ആവും. ഇത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഫീഡ്ബാക്ക് എടുത്ത് അതിന് ഇറ്ററേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവിടെ നമ്മുടെ വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആളുകളുടെ റെഫറൻസ് ഇതെല്ലാം വീക്ക് ആയിക്കൊണ്ടിരിക്കും, ഇതെല്ലാം നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. അത് നമ്മുടെ ബിസിനസിന്റെ ഒരു മെയിൻ ട്രാക്ഷൻ ആയിട്ടുള്ള, നമ്മളെ മെയിൻ പോയിന്റ് ആയിട്ടുള്ള, ഇമ്പാക്റ്റ് ആയിട്ടുള്ള കസ്റ്റമർ റിട്ടേൺസിനെ ബാധിക്കും. ഇതാണ് അടുത്തൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിലാണ്. ഇപ്പം എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും എൻ്റെ ഡിസിഷൻ മേക്കിംഗ് അവിടെ ഒരു സ്ട്രാറ്റജി അല്ല വർക്ക് ആവുന്നുണ്ടാവും. സ്ട്രാറ്റജി ലിറ്ററലി അവിടെ ഡിസപ്പിയർ ആവുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫയർ ഫൈറ്റിംഗ് നമ്മുടെ ഒരു ജോലിയായിട്ട് മാറും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഇന്നെന്താ ഫിക്സ് ചെയ്യേണ്ടത്, ഇന്നെന്താണ് ഫിക്സ് ചെയ്യേണ്ടത്, വാട്ട് ഫിക്സ് ടുഡേ, ഇതായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. സോ അവിടെ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ഇംപ്രഷൻ, ഒരു കംപ്ലീറ്റ് സർവൈവൽ മോഡിലോട്ട് നമ്മൾ എൻ്റർ ആവും. അപ്പോൾ സ്കെയിൽ ചെയ്യാൻ പോയാൽ നമ്മൾ സർവൈവൽ മോഡിലാവുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറും. ഈ 3 ത്രെട്ടാണ് ഫസ്റ്റ് നമുക്ക് ഹിറ്റായിട്ട് വരുന്ന ത്രെട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്കെയിൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത്. സോ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇത് ഒരുപാട് ബിസിനസ് ഓണേഴ്സിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇതിലൊരു പെയിൻഫുൾ റിക്കവറി പാർട്ട് ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്കിത് റിക്കവർ ചെയ്യണം എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കാരണം അവിടുത്തെ ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പുതിയ ക്ലയൻസിനെ എടുക്കുന്നത് നിർത്തണം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറയാം. ഞാൻ എന്താണ് ഇത് ഐഡന്റിഫൈ ചെയ്ത് റിയലൈസ് ചെയ്ത പോയിന്റിൽ ഫസ്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് അറിയാം, പുതിയ ക്ലയൻസിനെ എടുക്കുന്നത് നിർത്തി. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുക എന്താ, നമ്മൾ ക്യാഷ് ഫ്ലോ, റവന്യൂ, റിക്കറിംഗ് ആയിട്ടുള്ള ക്ലയൻസ്, അതുപോലെ തന്നെ പുതിയ ക്ലയൻസിലോട്ട് ക്ലയൻസ് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ അവിടെ പുതിയ ക്ലയൻസ് വരാതിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ, ക്യാഷ് ഫ്ലോയിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്, ഇങ്ങനെ ഒരുപാട് തലവേദനകൾ അവിടെ വന്നു. പക്ഷെ എനിക്ക് നിർബന്ധിതമായിട്ടും അത് ചെയ്തേ പറ്റുള്ളായിരുന്നു. കാരണം ഞാൻ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സർവീസിൽ, ആ പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് എനിക്ക് പ്രോപ്പർ സ്ട്രക്ചർ ആക്കാതെ, സിസ്റ്റമൈസ് ചെയ്യാതെ ഇനി ഒരു ക്ലയന്റിന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ വരുന്നതിനേക്കാൾ ആ ക്ലയന്റിന് ഞാൻ സെർവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ക്ലയന്റിനെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നു. അടുത്തൊരു പോയിന്റ് ഞാൻ ചെയ്തെന്ന് പറയുന്നത് ഡോക്യുമെന്റഡ് എവരിത്തിങ്. അതായത് ഓരോ സ്റ്റെപ്പും എന്താണ് ചെയ്തിട്ടുള്ളത്, എന്താണ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായും വ്യക്തമായും
കൃത്യമായും നമ്മൾ വാക്കാൽ പറയുന്നത് അല്ലെങ്കിൽ മൈൻഡിലുള്ള സാധനങ്ങളെ നമ്മൾ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്തു. അതിൽ ഓരോ പ്രോസസ്സിനും ഇപ്പോൾ നമ്മൾ ഓരോ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഒരു ക്ലയന്റിനെ അക്വിസിഷൻ ചെയ്ത ക്ലയന്റിനെ സെർവ് ചെയ്ത് തീരുന്ന കാലഘട്ടം വരെയുള്ള എൻറ്റയർ ഓപ്പറേഷൻസ് പ്രോസസ്സുകൾ അതിനെ കംപ്ലീറ്റ്ലി ഡോക്യുമെന്റ് ചെയ്ത് അതിന് ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തു. ഈ ഒരു മിനിമം സ്റ്റാൻഡേർഡ് മിനിമം ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അത് കുറഞ്ഞിട്ടുള്ള ഒരു സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യരുത്. അത് കൃത്യമായിട്ട് നമ്മളുടെ ഇന്റേണലി നമ്മുടെ ടീമിൻ്റെ ഉള്ളിൽ നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതാണ് സെക്കൻഡ് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ എടുത്തത് എൻ്റെ ടീമിനെ മൊത്തത്തിൽ ഞാൻ റീസ്ട്രക്ചർ ചെയ്തു. ഇതിൽ കുറേ പേരെ ലേ ഓഫ് ചെയ്യേണ്ടി വന്നു, കുറേ പേരെ പറഞ്ഞേക്കേണ്ടി വന്നു, പുതിയ ആൾക്കാർ എടുക്കേണ്ടി വന്നു. അവിടെ കൃത്യമായിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് റോൾസും റെസ്പോൺസിബിലിറ്റീസും എന്താണെന്നുള്ളത് ക്ലിയർ കമ്മ്യൂണിക്കേഷനായിട്ട് കൊടുത്തു. പ്രോപ്പറായിട്ടുള്ള ഓൺ ബോർഡിംഗ് കോഴ്സ് കൊടുത്തു, അവർക്ക് വേണ്ട ട്രെയിനിങ്സ് കൊടുത്തു, അവർക്ക് വേണ്ട അപ്രിസിയേഷൻസ് കൊടുത്തു, അവർക്ക് വേണ്ട ഒരു എൻവയോൺമെന്റ് അവിടെ ഒരുക്കി കൊടുത്തു. എന്നിട്ട് അതിനെ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് ഏകദേശം ഒരു 8 മാസത്തോളം നമുക്ക് പ്രോസസ്സിന് സമയമെടുത്തു. മൊത്തം ടീമിനെ നമുക്ക് അതിലേക്ക് സ്ട്രക്ചർ ചെയ്ത് ആ മൊത്തം പിവോട്ടും കാര്യങ്ങളൊക്കെ ട്രാക്കാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മൊത്തം ഓർഗനൈസേഷനെ മാറ്റിയെടുത്ത് ആ ഒരു കൾച്ചർ ബെറ്റർ ആക്കി ഫ്രോം ദ ബിഗിനിങ് നമ്മൾ വീണ്ടും ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് പ്രോപ്പർ ഇൻറ്റൻഷൻ ആൻഡ് ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെ സ്കെയിൽ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഞാൻ എടുത്ത 3 സ്റ്റെപ്സുകൾ ഇതായിരുന്നു എൻ്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഞാൻ 3 റൂൾസ് ഫിക്സ് ചെയ്തു. ഞാൻ അടുത്തൊരു സ്കെയിലിങ്ങിലോട്ട് പോകുമ്പോൾ അടുത്തൊരു ഡിസിഷൻ എടുക്കുമ്പോൾ 3 ന്യൂ ഗ്രോത്ത് റൂൾസ് ഞാൻ ഫിക്സ് ചെയ്തു. അതിൽ റൂൾ 1 നോക്കുന്ന സമയത്ത് ഒരു 3x വോളിയത്തിൽ, അതായത് നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ ഒരു 3x വോളിയത്തിൽ 3 ഇരട്ടി വോളിയത്തിൽ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കൺസിസ്റ്റൻസി ഇതേ ക്വാളിറ്റി എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമോ, ഇത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ, അത് ജസ്റ്റ് ഈ പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സെയിം ക്വാളിറ്റിയിൽ എനിക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് കൂടി ഞാൻ നോക്കി. അതാണ് ഫസ്റ്റ്. അത് അങ്ങനെ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതാണ് റൂൾ നമ്പർ ഫസ്റ്റ്. റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് നമ്മളുടെ ടീം നമ്മളുടെ അതേ വിഷനിൽ നമ്മളുടെ അതേ കോർ വാല്യൂസിൽ അതേ മിഷനോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അലൈൻഡ് ആക്കുക എന്നുള്ളതാണ്. അത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അത് ഞാൻ എപ്പോഴും നമ്മുടെ ടീമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ടീമിൻ്റെ അകത്ത് നമ്മുടെ ഡിസ്കഷൻസിൽ കാര്യങ്ങളൊക്കെ ആൻഡ് നമ്മളെ ക്ലയൻസ് അടക്കം പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന അതേ വിഷനും മിഷനും നമ്മളെ ടീമൊക്കെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലയൻസ് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ടീമിന് എങ്ങനെയാണ് ഇത്രയും നിങ്ങളുടെ വിഷനോട് അലൈൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നത്, നിങ്ങൾ അതേ വിഷൻ തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് എന്നൊക്കെ. അത് നമ്മൾ ഒരുപാട് പണിയെടുത്ത് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷനും മിഷനും അതേ സ്റ്റാൻഡേർഡ്സും അതേ ക്വാളിറ്റി തന്നെയാണ് അവരും അവരുടെ മൈൻഡിൽ ക്യാരി ചെയ്യുന്നത് എന്നുള്ളത് എപ്പോഴും ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ, അതല്ലെങ്കിൽ നിങ്ങൾ റെഡി അല്ല എന്നുള്ളതാണ്. റൂൾ നമ്പർ 3 എന്ന് പറയുന്നത് ഫൗണ്ടർ ഫ്രീ ആണോ എന്നുള്ളതാണ്. അതായത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കെയിലിംഗ് പ്രോസസ്സിലോട്ട് പോകുന്ന സമയത്ത് ഫൗണ്ടർ ആയിരിക്കരുത് അതിൽ കൂടുതൽ പണിയെടുക്കുന്ന ആൾ, ഫൗണ്ടർ അല്ല അതിൽ ഫുൾ എഫേർട്ട് ഇടേണ്ട ആൾ, ടീം ആയിരിക്കണം അതിനെ സ്കെയിൽ ചെയ്യേണ്ടത്. ഫൗണ്ടറിൽ നിന്ന് മാറി അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റുന്ന ടീം അവിടെ മുന്നോട്ട് വരണം. നമ്മളെ മെമ്പേഴ്സ്, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ മുന്നിലോട്ട് റെസ്പോൺസിബിലിറ്റി എടുത്ത് ലീഡ് ചെയ്യാൻ മുന്നോട്ട് വരണം. അവർ പ്രോബ്ലം സോൾവേഴ്സ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമ്മളായിരിക്കരുത് അതിന്റെ ഓരോ പ്രോസസ്സുകളും ഓരോ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യേണ്ടത്. അപ്പോൾ അവരായിരിക്കണം ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് മുന്നോട്ട് വരേണ്ടത്. നമ്മുടെ ടീമാണ് ആക്ച്വലി നമ്മളെ സ്കെയിൽ ചെയ്യുന്നത്. ടീമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കെയിലിംഗ് പോകേണ്ടതാണ്. അവിടെ ഒരിക്കലും നമ്മളെ ഡിപ്പെൻഡന്റ് ആയിരിക്കരുത് നമ്മുടെ ടീം എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഓടി എത്ര നമ്മുടെ അപ്രൂവൽ വേണം, നമ്മുടെ ഡിസ്കഷൻസ് വേണം, നമ്മളൊരു ഹൈ വരണം ബൈ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ കണ്ടാലേ നടക്കും എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അവിടെ സ്കെയിലിംഗ് നടക്കാൻ പോകുന്നില്ല. അവിടെ ടീം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ജസ്റ്റ് അപ്രൂവൽസിന് വേണ്ടി മാത്രം ലൈക്ക് ഫൈനൽ അപ്രൂവൽസിനും അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് കാര്യങ്ങൾക്ക് മാത്രം നിങ്ങളുടെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പ്രോസസ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റണം. അതാണ് റൂൾ നമ്പർ 3 എന്ന് പറയുന്നത്. ഈ ഒരു 3 റൂൾസ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് ഇത് 3ഉം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ സ്കെയിലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ബിസിനസ്സിലും ബാധിക്കും. ഓൾറെഡി നമ്മൾ എന്താ പറയുക, ഇരിക്കുന്നതിന് മുന്നേ കാലിട്ടെന്നൊക്കെ പറയും അല്ലേ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാ സംഭവിക്കാം. കാരണം ആ ഒരു പ്രോസസ്സ്, ആ ഫൗണ്ടേഷൻ ബേസ് നമുക്ക് ക്ലിയർ ആവാതെ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നിലവിലുള്ളതിനെയും നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസിലോട്ട് പോകുന്നുണ്ടാവുന്നതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാനും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കരുത് നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത്. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്കെയിലബിലിറ്റി, ഇതായിരിക്കണം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അടുത്ത 10 വർഷം നമ്മുടെ ബിസിനസ് സസ്റ്റെയിൻ ചെയ്യുമോ, അതിനുള്ള പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ടോ, അതിനനുസരിച്ചുള്ള ഒരു ബേസ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടോ. നിങ്ങൾ ഒരു 10 വർഷത്തിൽ കൂടുതൽ റൺ ചെയ്തിട്ടുള്ള ബിസിനസ്സുകളൊക്കെ കേസ് സ്റ്റഡീസ് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. അവരുടെ ആദ്യത്തെ 2 വർഷം എന്ന് പറയുന്നത് വെരി സ്ലോലി ആയിരിക്കും, വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും അവർ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവുക. അവർ ആ ഫൗണ്ടേഷൻ ബേസ് ഒക്കെ ബിൽഡ് ചെയ്ത ശേഷം മാത്രമായിരിക്കും സ്കെയിലിങ്ങിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. നമ്മളും ഫോളോ ചെയ്യേണ്ടത് അതേ റൂട്ടീനാണ്. അതിപ്പോൾ 2 വർഷം 1 വർഷം എടുക്കണം എന്നെല്ലാം പറയുന്നത്. ഈ സിസ്റ്റംസ് എല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സമയം നമ്മളോട് എടുക്കും. എന്നാലും ഈ സിസ്റ്റംസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് തന്നെ സ്ലോ ആയിട്ട് തന്നെ സ്റ്റഡി ആയിട്ട് നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റണം. എന്നിട്ട് വേണം നമ്മൾ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടതാണ്. അത് ഓരോ ടൈമിലും നമുക്കിപ്പോൾ പല സമയത്തും പല സ്കെയിലിങ്ങൾ നമ്മൾ ചെയ്യാം, പല എക്സ്പാൻഷൻസ് നമ്മൾ ചെയ്യാം. ഓരോ ടൈമിലും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തും സ്കെയിൽ ചെയ്യുന്ന സമയത്തും സെയിം റൂട്ടീൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ നമ്മളൊക്കെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്കെയിലബിൾ ആയിട്ടുള്ള വെഞ്ചേഴ്സ് ആയിട്ട് പ്രൊജക്ട്സുകളായിട്ട് സ്റ്റാർട്ടബിൾ ആയിട്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സുകൾ എത്തട്ടെ, മാറട്ടെ എന്നുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.